സയ്യിദ്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവുകയില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ അതുല്യമായ സംഭാവനകൾ അർപ്പിച്ച മഹാനവറുകളാണ് മൂന്നാമത്തെ ഖലീഫയുമായ ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ് അബ്ദുൽ മനാഫിൻ്റെ 4 മക്കളിൽ അബ്ദുൽ ഷംസ്. ആ പരമ്പരയിൽപ്പെട്ട അബ്ദുൽ ഷംസിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് നമ്മുടെ നബി ഹാഷിം എന്നവരുടെ വല്യപ്പയായ ഹാഷിം എന്നവരുടെ പെട്ടതിലാണെങ്കിലും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അബ്ദുൽ ഷംസ് എന്നവരിൽ പെട്ട ആളാണ്. ബഹുമാനപ്പെട്ടവർ 3 പ്രാവശ്യം ഹിജ്റ പോയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അബിസീനിയയിലേക്ക് 2 പ്രാവശ്യവും മദീനയിലേക്ക് മറ്റൊരു പ്രാവശ്യവും ഹിജ്റ പോയവരാണ്. അദ്ദേഹം മക്കയിലുള്ള സമയത്തും വളരെ ധനികനായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സമ്പത്ത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഓരോ വീഡിയോകളിലായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ബഹുമാനപ്പെട്ടവരുടെ സമ്പത്ത് എന്നുള്ളത്. ഇന്ന് അംബാനിയോളം കിടപിടിക്കുന്ന 90 ബില്യൺ സമ്പത്തുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ധാരാളം ഇസ്ലാമിന് വേണ്ടി സഹകരണങ്ങൾ ചെയ്ത വ്യക്തിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി ദുആ ചെയ്ത വ്യക്തിയുമാണ് സമ്പത്തിൽ ബർക്കത്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി അത്രമാത്രം സംഭാവനകൾ അർപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 പെൺകുട്ടികളെ വിവാഹം കഴിച്ച വ്യക്തിയാണ്. അപ്രകാരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ജാമാതാവായിട്ട് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 മക്കളെ കിട്ടിയതിന് കാരണമായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് വന്നിരുന്നു ദുന്നൂറൈൻ എന്നുള്ളത്. ആ ഒരു പേരിൽ ആ ഒരു കാര്യം അദ്ദേഹത്തിൽ നിന്നും കാണുമായിരുന്നു. വളരെ ഒരു പ്രകാശത്തിൻ്റെ ഉടമ എന്നുള്ളത്. അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ധാരാളം സഹകരണങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കാര്യം പറയാറുണ്ട്. ഖബറിൻ്റെ അടിയിലേക്ക് അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം വല്ലാതെ പൊട്ടിക്കരയും. ഖബറിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. വളരെ നീണ്ട താടിയുള്ള ആളാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. താടി നനയുമാക്കെ അദ്ദേഹം ഇങ്ങനെ കരയും ഖബർ കാണുമ്പോൾ. ഇത് കണ്ടപ്പോൾ കൂടെയുള്ള സ്വഹാബാക്കളൊക്കെ ചോദിക്കും, അല്ലേ ഉസ്മാൻ തങ്ങളെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വെച്ചുകൊണ്ട് താങ്കളോട് നരകത്തെക്കുറിച്ച് പറയുമ്പോൾ താങ്കൾ കരയാറില്ല, സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴും താങ്കൾ കരയാറില്ല, പക്ഷേ എന്തുകൊണ്ടാണ് താങ്കൾ ഈ ഖബറിൻ കാണുമ്പോൾ വല്ലാതെ പൊട്ടിക്കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നൊരു മറുപടിയുണ്ട്. അല്ലേ സുഹാബ, ഖബറാണ് ആദ്യത്തെ നമ്മുടെ മഹ്ശറയിലേക്കുള്ള ചവിട്ടുപടി. ഖബർ അബുൽ മനാസിലിൽ ആഖിറ, ഖബറാണ് ആദ്യത്തെ മഹ്ശറയിലേക്കുള്ള ചവിട്ടുപടി എന്നുള്ളത്. കാരണം ഒരാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം മുഴുവനും, ആ മഹ്ശറയിലുള്ള ജീവിതം മുഴുവനും അവൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ മറിച്ചാണെങ്കിൽ ഖബറിൽ ഒരാൾ പരാജിതനായി കഴിഞ്ഞാൽ അവൻ ജീവിതകാലം മുഴുവൻ അവൻ പരാജയത്തിലായി എന്നുള്ളതാണ്. പിന്നെ അവന് എത്രമാത്രം എങ്ങനെയാകും എന്നുള്ളത് പിന്നെ കണ്ടറിയേണ്ടി വരും. അപ്പോൾ അത്രമാത്രം ഭീമാകാരമായ അവസ്ഥയാണ് ഖബറിലുള്ളത്. നാം ഖബറിനെക്കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരഞ്ഞതുപോലെ അങ്ങനെ നമ്മൾ കരയണം. നമ്മൾ ഖബറിനെക്കുറിച്ച് മനസ്സിലാക്കുകയും വേണം. ഖബർ എന്നുള്ളത് ആർക്കും പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കവചമല്ല, ഒരു കേന്ദ്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഖബറിന് വേണ്ടി, ആ ഖബറിൽ കഴിച്ചിലാവാൻ വേണ്ടി നാം രക്ഷപ്പെടണം. ഒരിക്കലും ജുനൈദുൽ ബഗ്ദാദി എന്നവരെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. വളരെ ബഗ്ദാദിലെ ഏറ്റവും വലിയ പ്രഭാഷകനും ദീനീ പ്രവർത്തനത്തിൽ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി എന്നവർ. ജുനൈദുൽ ബഗ്ദാദി എന്നവർ അദ്ദേഹം വഫാത്തായതിനു ശേഷം അദ്ദേഹം
തൻ്റെ ശിഷ്യനിലൂടെ സ്വപ്നത്തിൽ വരുന്നൊരു സംഭവം കിതാബിൽ കാണാം. ശിഷ്യന് എന്നും ദുആ ചെയ്യും, പഠിച്ച റബ്ബേ എനിക്ക് ഉസ്താദിനൊന്ന് ആ ഖബറിലെ ജീവിതത്തെക്കുറിച്ചൊന്ന് കാണാൻ, അന്ന് സ്വപ്നത്തെ കാണാൻ ഒരു അനുവാദം നൽകണേ എന്ന് ദുആ ചെയ്യുമായിരുന്നു ശിഷ്യൻ. അങ്ങനെ ഒരു ദിവസം ഉസ്താദിനെ കണ്ടു, ഉസ്താദിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്താണ് ഉസ്താദ് ഈ ഖബറിലുള്ള അവസ്ഥ? ഉസ്താദ് പറഞ്ഞു, വളരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ സത്യമാണ്. എല്ലാ കാര്യങ്ങളും ഭീമാകാരം തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നിങ്ങൾ കഴിച്ചിലായിട്ടില്ലേ? ഞാൻ കഴിച്ചിലായി. ഞാൻ ആദ്യമൊക്കെ ഇവിടെ എത്തിയപ്പോൾ ചോദ്യത്തിനൊക്കെ ഉത്തരം നൽകിയപ്പോൾ പക്ഷേ എനിക്കതിൽ നിന്നൊന്നും ഒരു പ്രതീക്ഷ തന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷയിലേക്ക് എന്നെ അടുപ്പിക്കാൻ നിൽക്കുന്ന ആ സമയം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നോക്കി, നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോക്കിയിട്ടുണ്ട്, ദർശനം നടത്തിയിട്ടുണ്ട്, ഇതൊന്നും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. പക്ഷേ എന്താണ് എനിക്ക് ഉപകാരപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ആ സമയത്ത് പറഞ്ഞ്, ഞാൻ 2 റക്അത്ത് തഹജ്ജുദ് എന്നും ഞാൻ സുബഹിക്ക് മുന്നേ ഞാൻ നിസ്കരിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോഴായിരുന്നു എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കാരണമൊരുക്കിയത്. അപ്പോൾ ഖബറിലുള്ള അവസ്ഥ എന്നുള്ളത് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം. ആ ഖബർ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങി തയ്യാറാവണം. അള്ളാഹു നന്മ മനസ്സിലാക്കുവാനും അതനുസരിച്ചൊക്കെ പ്രവർത്തിക്കാനൊക്കെ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. വീണ്ടും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.